ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണിക്ക് 2019 ഇറക്കിയ ഉത്തരവിൽ ദുരൂഹത ആരോപിച്ച് മുൻ തിരുവാഭരണം കമ്മീഷണർ. ഉത്തരവിൽ പറഞ്ഞത് ചെമ്പുപാളി എന്നാണെന്നും എന്നാൽ കൊണ്ടുപോയത് സ്വർണ്ണപ്പാളിയാണെന്നും RG രാധാകൃഷ്ണൻ 24-നോട് പറഞ്ഞു. ചെമ്പ് തകിട് ഇളക്കി മാറ്റി തൂക്കം നോക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കാൻ പറയുന്നുണ്ട്. എന്തിനാണ്? അയാൾ സ്വർണം പൂശി തരാമെന്ന് സ്പോൺസർഷിപ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട്. ഇതിനകത്ത് സ്വർണം പൂശിയിരുന്ന സാധനമാണ് ഇളക്കി കൊണ്ടുപോയെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അവിടെ ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ സാധനം ചെമ്പാണ്. അപ്പോൾ ഇത് സ്വർണം പൂശിയിട്ടുള്ള സാധനമാണെങ്കിൽ ഇത് അവിടെ ചെന്നപ്പോൾ ചെമ്പായി മാറിയതിൻ്റെ ഇടയ്ക്കുള്ള പീരീഡിലായിരിക്കണം ഇത് പോകാനെന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടൽ. ഈ ഒരു മാസം സാധനം എവിടെ പോയി അത് അന്വേഷിക്കപ്പെടണ്ടേ? അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൃത്യത മനസ്സിലാവും. സുരക്ഷാ ഉദ്യോഗസ്ഥർ അനുഗമിക്കണമെന്ന നിർദ്ദേശം അട്ടിമറിക്കപ്പെട്ടു. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മാസത്തിന് ശേഷമാണ് സ്വർണ്ണപ്പാളി തിരിച്ചെത്തിച്ചത്. 2019 അറ്റകുറ്റപ്പണിയിലും ഉദ്യോഗസ്ഥ വീഴ്ചയിലും സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു 24-നോട്. ഇദ്ദേഹം ഒരു ദുരൂഹമായ വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവശം ഇരിക്കുന്ന ഒരു സാധനം അത് ദേവസ്വം ബോർഡിൽ സമർപ്പിച്ചു, ദേവസ്വം ബോർഡിൽ ഏൽപ്പിച്ചതാണ് എന്നിങ്ങനെ കള്ളം പറയും ഇദ്ദേഹം. അപ്പൊ സ്വാഭാവികമായും ദുരൂഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ ദുരൂഹതയെ സംബന്ധിച്ച് അന്വേഷണം വേണം. അത് ഞങ്ങൾക്ക് പക്ഷേ കോടതിയോട് മാത്രമേ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. ക്ഷേത്രം മുതൽ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യേണ്ടത് ക്ഷേത്ര പരിസരത്ത് തന്നെ എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K അനന്തഗോപൻ പറഞ്ഞു. ക്ഷേത്രം മുതൽ പുറത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മാനുവലിന് വിരുദ്ധമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് കീഴ്ശാന്തിയുടെ സഹായിയായി കണ്ടിട്ടുണ്ടെന്നും K അനന്തഗോപൻ പറഞ്ഞു. ഈ ഭരണിപാത്രങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ തിരുവാഭരണങ്ങളെ സംബന്ധിച്ചും അറ്റകുറ്റപ്പണികളോ മറ്റു കാര്യങ്ങളോ വേണ്ടി വന്നാൽ അതെല്ലാം ടെമ്പിൾ പ്രമിസസിൽ വെച്ച് തന്നെ നടത്തണം എന്ന് കൃത്യമായ നിർദ്ദേശം അതിൽ പറയുന്നുണ്ട്. അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒന്നും പുറത്തു പോകാൻ പാടില്ല. നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിന് വിരുദ്ധമായി ചെയ്താൽ അത് ചട്ടവിരുദ്ധമാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇയാൾ അവിടെ മുൻപ് കഴകത്തിൻ്റെ സഹായിയായി ജോലി ചെയ്തിരുന്ന ആളാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതേ ഉള്ളൂ. എനിക്ക് നേരിട്ടറിയില്ല. പിന്നെ മലയിൽ വന്ന് കണ്ടിട്ടുണ്ട്. ശബരിമലയിൽ ഞാനുള്ളപ്പോൾ അവിടെ മകരവിളക്കിനൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. എനിക്ക് അല്ലാതെ വേറെ അദ്ദേഹത്തെപ്പറ്റി അങ്ങനെ മറ്റ് വിവരങ്ങളൊന്നും അദ്ദേഹത്തെപ്പറ്റി എനിക്ക് നേരിട്ടറിവില്ല. അറ്റകുറ്റപ്പണിക്ക് ശേഷം സ്വർണ്ണപ്പാളിക്ക് തൂക്കം കുറഞ്ഞതിൽ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് വിശദമായി ചോദ്യം ചെയ്യും. MG പ്രതീഷ് വിശദാംശങ്ങളുമായി സൂപ്പർ 4 ൽ. പ്രതീഷ്, ഇതിൽ അടിമുടി ദുരൂഹതയാണ് സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ, പീഠങ്ങളുടെ കാര്യത്തിൽ, ഒപ്പം തന്നെ ദേവസ്വം ഉത്തരവിന്റെ കാര്യത്തിൽ, അതിലൊക്കെ ദുരൂഹതയാണ്. അപ്പോൾ വിശദമായൊരു അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും, പ്രത്യേകിച്ച് കോടതി കൂടി ഇടപെട്ട സാഹചര്യത്തിൽ. അനുജ, തീർച്ചയായും പല ഘട്ടങ്ങളിൽ പല ഇടങ്ങളിൽ അടിമുടി വീഴ്ച, അടിമുടി ദുരൂഹത, ഇതാണ് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. 2019 ഈ അറ്റകുറ്റപ്പണിക്കായി ആദ്യമായി ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ചെമ്പുപാളി കൊണ്ടുപോകുന്നത്. പക്ഷേ അപ്പോഴും ആ കൊണ്ടുപോയത് ഈ സ്വർണ്ണപ്പാളിയാണോ ചെമ്പുപാളിയാണോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. 1999 ഈ വിജയ് മല്യ ഇത് സ്പോൺസർ ചെയ്യുമ്പോൾ എല്ലായിടങ്ങളിലും സ്വർണം പൂശി എന്നതാണ് അറിവുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ 2019 ഇത് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാനായി നൽകിയ ഉത്തരവിൽ അത് ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ അക്കാര്യങ്ങൾ ഉൾപ്പെടെ ദുരൂഹതയുണ്ട് എന്നതാണ് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ തന്നെ വെളിപ്പെടുത്തുന്ന കാര്യം. അതിൽ എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അക്കാര്യം ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് പറയുന്നു. ഒപ്പം ഈ തിരുവാഭരണം കമ്മീഷണറെ പോലും അറിയിക്കാതെയാണ് 2019 അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ തിരികെ പുനഃസ്ഥാപിച്ചത്. അതിൽ ആരുടെയും മേൽനോട്ടം ഉണ്ടായിരുന്നില്ല. ഇതിനുൾപ്പെടെ എങ്ങനെ കഴിയും, ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ അന്നത്തെ ഉദ്യോഗസ്ഥരുടെയോ അനുവാദമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ കഴിയുമെന്നതാണ് പ്രധാനമായും ഉയരുന്ന രണ്ടാമത്തെ ചോദ്യം. ഒപ്പം ഈ ദേവസ്വം മാനുവലിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ തിരുവാഭരണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അറ്റകുറ്റപ്പണി നടന്നാൽ അത് ക്ഷേത്ര പ്രിമിസസിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ദേവസ്വം മാനുവൽ പറയുന്നത്. പക്ഷേ ദേവസ്വം മാനുവലിന് വിരുദ്ധമായി ഇത് അറ്റകുറ്റപ്പണിക്കായി പുറത്തേക്ക് എത്തിച്ചു. ഒരുപക്ഷെ ഈ കൂടുതൽ ചെലവ് വരുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ കൊണ്ടുപോയതെന്ന വാദം ദേവസ്വം ബോർഡ് ഉയർത്തുമ്പോഴും എങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി അക്കാര്യത്തിൽ വേണം. പക്ഷേ ഹൈക്കോടതിയുടെ അനുമതി തേടിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും കൃത്യമായി ഒരു മറുപടിയും വരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം നിലയ്ക്ക് 2019 ഒരു അപരിചിതനായ ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത് കൈമാറാൻ കഴിയുമെന്നതാണ് പ്രധാനമായും ഉയരുന്ന മറ്റൊരു ചോദ്യം. ഇക്കാര്യങ്ങളിലടക്കം കൃത്യമായൊരു വിശദീകരണം അന്നത്തെ ദേവസ്വം ബോർഡ് അധികൃതർ ഒന്നും തന്നെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പശ്ചാത്തലം സംബന്ധിച്ച്
സമഗ്രമായ അന്വേഷണമാണ് നിലവിലെ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം പരിശോധിക്കണമെന്നും ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് ഈ കാര്യത്തിലൊക്കെ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ഭാരവാഹികൾക്കൊന്നും ഒരു വിവരവും ഇല്ലാതിരുന്നത് എന്നതിലുമൊക്കെ സംശയങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ അന്വേഷണം വേണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നമ്മളോട് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.